ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഓൾഡ് ടീഷർട്ടിൽ നിന്നാണ് ഈ ഒരു സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു ടീഷർട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 6 വയസ്സ് പ്രായമായിട്ടുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ഇലാസ്റ്റിക്കാണ്. ഏകദേശം 1 ഇഞ്ചോളം വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഈ ടീഷർട്ടിനെ നന്നായിട്ടൊന്ന് നിവർത്തിയിടുക. എന്നിട്ട് ഈ 2 സൈഡിലുമുള്ള സ്ലീവ്സ് രണ്ടും കട്ട് ചെയ്യുക. പിന്നെ ഈ കോളറും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 2 സ്ലീവും കോളർ കട്ട് ചെയ്ത് മാറ്റി. ഞാനിവിടെ പോക്കറ്റ് കട്ട് ചെയ്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഈ ഷർട്ടിൻ്റെ ഈ ഒരു ബട്ടൺസ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല വശം ഉള്ളിലാക്കിക്കൊണ്ടങ്ങ് തിരിച്ചിടാം. അപ്പം നമ്മൾ റോങ് സൈഡിലാണ് എപ്പോഴും മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിന് 2ആയിട്ടങ്ങ് മടക്കിയിടണം. അപ്പം ചുളിവൊന്നും ഇല്ലാതെ വേണം മടക്കിയെടുക്കാൻ. അപ്പം നന്നായിട്ട് മടക്കിയിടുക. ഇനി ഈ ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഏകദേശം വിഡ്ത്ത് 9 ഇഞ്ചസോളം കിട്ടിയിട്ടുണ്ട്. അത്രയും തന്നെ എടുക്കുവാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് ഞാൻ അവിടെ ഫുൾ വിഡ്ത്തും എടുത്തു. ഇനി ആ ലൈനിൽ നിന്ന് നേരെ താഴോട്ട് 22.5 ഇഞ്ചസോളമാണ് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര വേണോ അത്രയും മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഫുൾ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ലൈൻ ചരിച്ച് വരയ്ക്കുക. കാരണം ആം ഹോളിൻ്റെ ഭാഗത്ത് ഫാബ്രിക് ഇല്ലാത്ത കാരണമാണ് അതുപോലെ ചരിച്ച് വരച്ചത്. എന്നിട്ട് ആ ലൈനിൽ കൂടി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ താഴ്വശത്തും അങ്ങ് ഓപ്പൺ ആക്കി എടുക്കുക. അപ്പം നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ സെൻറ്റർ ഭാഗത്താണ് ആ ഒരു ബട്ടൺസിൻ്റെ ആ ഒരു പ്ലാക്കറ്റ് വരുന്നത്. കണ്ടോ, ഇവിടെ ഒരു ബട്ടൺസും കൂടി നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട്. ഇനി വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ലീവിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ സൈഡിലത്തെ ഈ ഒരു സീം അങ്ങ് ഓപ്പൺ ആക്കി എടുക്കുക. 2 സൈഡും ഓപ്പൺ ആക്കി എടുത്തു. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മുകളിലോട്ട് വെച്ചിട്ട് വേണേൽ മാർക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കണമല്ലോ ബാക്കി ഫാബ്രിക്. ഇതിൻ്റെ ഏകദേശം വിഡ്ത്ത് എടുത്തേക്കുന്നത് 3 ഇഞ്ചസോളമാണ്. 2 സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിലേക്കൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 സൈഡും കട്ട് ചെയ്തങ്ങ് ലെവലാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഫാബ്രിക് കളയരുത്. അഥവാ നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അതിൽ 3 ഇഞ്ചോളം ഏകദേശം വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയരുത്. ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇലാസ്റ്റിക്കിന് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ എപ്പോഴും വേസ്റ്റ് റൗണ്ടിനെയും കാട്ടിലും ഒരു 3 ഇഞ്ചസോളം കുറച്ച് വേണം എടുക്കാൻ. അപ്പം ഞാനിവിടെ 20 ഇഞ്ചസോളമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ ഒരു ഓപ്പണിംഗ് അങ്ങ് ക്ലോസ് ചെയ്തെടുക്കണം. ബട്ടൺസിൻ്റെ പ്ലാക്കറ്റിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഒരു സൈഡ് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് അങ്ങ് ക്ലോസ് ചെയ്ത് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ബട്ടൺസ് എല്ലാം ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരൊറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങ് എൻഡ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പം ഞാനിവിടെ ഏകദേശം 1 ഇഞ്ചോളം വീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് വീതിക്കോ 1/2 ഇഞ്ച് വീതിക്കോ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. അപ്പോൾ 2 സൈഡിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുവാണ്. ഇനി വേസ്റ്റ് ബാൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ സ്ലീവിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 2 ലെയർ ഫാബ്രിക്കിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ വേസ്റ്റ് ബാൻഡ് കറക്റ്റ് ആണോ എന്നൊന്ന് വെച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ട് ആ സ്കേർട്ടിൻ്റെ മുകൾ വശത്തോട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ 1 ഇഞ്ചോളം ഇതുപോലെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം വെച്ച് നോക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് വെച്ച് നോക്കുക. അപ്പോൾ എൻഡാവുമ്പം ഫാബ്രിക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടി ബാക്കി ഫാബ്രിക് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, അപ്പോൾ ഏകദേശം ഇത്രമാത്രം കുറവുണ്ട്. അപ്പം ഞാൻ അത്രയും കൂടി അങ്ങ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുവാണേ. നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്തപ്പം ബാക്കി കുറച്ച് ഫാബ്രിക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത വേസ്റ്റ് ബാൻഡ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് 3 ഇഞ്ച് വീതിക്കായിരുന്നു നമ്മളെടുത്ത്. ആ 3 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എത്ര ലെങ്ത്തിൽ വേണോ അത്രയും ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുമായിട്ടങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. അങ്ങനെ ആ 2 ഫാബ്രിക്കും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഒരു വശം 1/4 ഇഞ്ച് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തോട്ട് ഇതുപോലെ 1/4 ഇഞ്ച് മാത്രം മടക്കി ഒന്ന് മുകൾ വശത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ മുകളിൽ 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സ്കേർട്ടുമായിട്ട് വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്തെടുക്കാം. അതിന് സ്കേർട്ടിൻ്റെ റോങ് സൈഡ് എടുത്തിട്ടുണ്ട്. ആ റോങ് സൈഡിലോട്ട് വേസ്റ്റ് ബാൻഡിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ 1 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ 1/4 ഇഞ്ച് വീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ഗ്യാതേർഡ് സ്കേർട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്തേക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് റോങ് സൈഡിലോട്ടാണ്. എനിക്ക് ആ ഒരു മെത്തേഡാണ് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചുകൊണ്ട്, നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ എഡ്ജ് കോഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് തന്നെ ഏകദേശം 10ഓളം വീഡിയോസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്ങും മ്യൂറൽ പെയിൻറ്റിങ്ങും ഹാൻഡ് എംബ്രോയ്ഡറിയും ലിക്വിഡ് എംബ്രോയ്ഡറിയും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതൊക്കെ കാണാത്തവർ മറക്കാതെ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സൈഡും ഇതേപോലെ 1 ഇഞ്ച് വീതിക്ക് താഴേന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. വേസ്റ്റ് ബാൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഈ എക്സ്ട്രാ ഉള്ള ഫാബ്രിക്കിനെ കട്ട് ചെയ്തിട്ട് ആ സൈഡ് സീമും അങ്ങ് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതാ ഈ തയ്യൽ തുമ്പ് ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതേപോലെ തിരിച്ച് നല്ല വശത്തോട്ട് വേസ്റ്റ് ബാൻഡ് വെക്കുമ്പോൾ ഈ ഒരു ഫാബ്രിക് ഇങ്ങനെ മുകൾ വശത്ത് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വേസ്റ്റ് ബാൻഡിനെ തിരിച്ച് നല്ല വശത്തോട്ട് വെച്ചിട്ട് അരികിക്കോടെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം 1 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ. ആ ഒരു ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഒരു എൻഡിൽ പിന്നിട്ടിട്ട് ഇതേപോലെ ആ ഒരു ഹോളിൽ കൂടി അങ്ങ് ഇലാസ്റ്റിക്കിനെ പുറത്തെടുത്തു. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ 2 എൻഡും കൂടി പിടിച്ചിട്ട് സിക്സാഗ് സ്റ്റിച്ചോ അല്ലെങ്കിൽ നോർമൽ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ചുരുക്കിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഓപ്പണിംഗ് അങ്ങ് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് വീണ്ടും ഡീറ്റെയിൽഡ് ആക്കാത്തത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുവാണെങ്കിൽ ഒന്നുകൂടി മനസ്സിലാവുക. ഇനി ഇതാ ഈ വേസ്റ്റ് ബാൻഡിൻ്റെ മുകളിൽ കൂടി ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും എന്താ ഒരു ചുരുക്ക് കറക്റ്റായിട്ട് തന്നെ അങ്ങിരുന്നോളും. കണ്ടോ? പിന്നെ ഇതാ ഈ താഴ്വശത്ത് മടക്കി അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഓൾറെഡി ഫിനിഷ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരു 10 മിനിറ്റ് സമയം ഒരു പഴയ ടീഷർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ്. ഇതിലാകെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് ആ മുകളിൽ വെക്കുന്ന ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പൈസ മാത്രമാണ്. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഇതുപോലത്തെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ താഴ്വശത്ത് ഒരു ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക് വർക്കോ അല്ലെങ്കിൽ ചെറിയ ലേസോ ഒക്കെ അറ്റാച്ച് ചെയ്യുകയാണെന്നെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും ആ ഒരു സ്കേർട്ട് കാണാൻ. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടൊക്കെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.